ഭൂമിശാസ്ത്രം. മാപ്പുകൾ, താഴ്വരകൾ, പ്രവാഹങ്ങളെ സംബന്ധിക്കുന്ന ചോദ്യോത്തരങ്ങൾ. ഇന്ത്യയിൽ വിവിധയിനം മാപ്പുകൾ നിർമ്മിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനം ഏത്? സർവേ ഓഫ് ഇന്ത്യ. 1767 നിലവിൽ വന്ന സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. വിവിധ ഭൂപടങ്ങളുടെ കൂട്ടത്തെ സൂചിപ്പിക്കാൻ അറ്റ്ലസ് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ച ഭൂമിശാസ്ത്രജ്ഞൻ? ജെറാർഡ് മെർക്കാറ്റർ. റോഡുകൾ, നടപ്പാതകൾ, ജനവാസ മേഖലകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന ഭൂപടങ്ങളിലെ നിറം എന്ത്? ചുവപ്പ്. ജലാശയങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂപടത്തിലെ നിറം ഏത്? നീല. ഭൂപടങ്ങളിലെ തവിട്ട് നിറം എന്തിനെ പ്രതിനിധീകരിക്കുന്നു? മണൽ കുന്നുകൾ. വനങ്ങളെയും വൃക്ഷമേഖലകളെയും സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ നിറം ഏത്? പച്ച. കൃഷിക്ക് ഉപയുക്തമാക്കിയിരിക്കുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ഏതു നിറമാണ് ഭൂപടത്തിൽ ഉപയോഗിക്കുന്നത്? മഞ്ഞ. തരിശു ഭൂപ്രദേശങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഭൂപടങ്ങളിലെ നിറം എന്ത്? വെളുപ്പ്. തുല്യമായ അന്തരീക്ഷമർദ്ദമുള്ള പ്രദേശങ്ങളെ ചേർത്ത് ഒരു മാപ്പിൽ വരയ്ക്കുന്ന രേഖ ഏത്? ഐസോബാർ. ഒരേ താപനിലയുള്ള പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി മാപ്പിൽ വരയ്ക്കുന്ന രേഖയുടെ പേര് എന്ത്? ഐസോതേം. ഐസോജിയോതേം എന്ന പദം മാപ്പുമായി ബന്ധപ്പെട്ടുള്ള എന്തിനെ സൂചിപ്പിക്കുന്നു? തുല്യ വാർഷിക താപനില. തുല്യമായ വേനൽക്കാല താപനിലയുള്ള പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖ ഏത്? ഐസോതേർ. ഐസോഷ്യം എന്ന പദം സൂചിപ്പിക്കുന്ന പ്രദേശങ്ങളുടെ പ്രത്യേകത എന്ത്? ശിശിരകാല താപനില തുല്യം. തുല്യമായ സൗരവികിരണങ്ങൾ ലഭിക്കുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കാൻ ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്ക് ഏത്? ഐസോഹെൽ. തുല്യമായ വർഷപാതം ലഭിക്കുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ വാക്ക് ഏത്? ഐസോഹെയ്റ്റ്. സ്ഥിരമായ ആപേക്ഷിക ആർദ്രതയുള്ള പ്രദേശങ്ങളെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന വാക്ക് ഏത്? ഐസോഹ്യൂം. ഭൂപടവുമായി ബന്ധപ്പെട്ടുള്ള ഐസോനെഫ് എന്ന വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? മേഘ ആവരണം തുല്യമായ പ്രദേശങ്ങൾ. കൃത്യമായ ഇടവേളകളിൽ കൊടുങ്കാറ്റടിക്കുന്ന പ്രദേശങ്ങളെ ചേർത്ത് ഭൂപടത്തിൽ വരയ്ക്കുന്ന രേഖ ഏത്? ഐസോബ്രാൻഡ്. കാറ്റിന് സ്ഥിരമായ വേഗമുള്ള പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖ ഏത്? ഐസോടാക്. സമാനമായ ലവണനിലയുള്ള സമുദ്രഭാഗങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖ ഏത്? ഐസോഹാലൈൻ. തുല്യമായ താപനിലയുള്ള കടലിന്റെ അടിത്തട്ട് പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടരേഖ ഏത്? ഐസോബാത്തിതേൻസ്. ഐസോപിക്നൽസ് എന്ന പദം എന്തിനെ സൂചിപ്പിക്കുന്നു? തുല്യമായ സാന്ദ്രതയുള്ള ജല ഉപരിതലങ്ങൾ. അമ്ല മഴയെ സൂചിപ്പിക്കാൻ മാപ്പുകളിൽ ഉപയോഗിക്കുന്ന പദം? ഐസോപ്ലാറ്റ്സ്. സമാനമായ ജൈവ വൈവിധ്യ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ രേഖ ഏത്? ഐസോഫ്ലോർ. ഭൂപടങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസോചാസം എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? ധ്രുവദീപ്തികൾ. ഒരേ സമയം സസ്യലതാദികൾ പൂക്കുന്ന പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്ന ഭൂപടത്തിലെ പദം ഏത്? ഐസോഫിൻ. അഗാധവും ചെങ്കുത്തായ ചരിവുകളോടുകൂടിയതുമായ ഇടുങ്ങിയ താഴ്വരകൾ അറിയപ്പെടുന്ന പേര് എന്ത്?
ഗിരികന്ധരം. ഭൂപാളികളുടെ സ്ഥാനചലനം മൂലം ഒരു ഭൂഭാഗം സമീപ പ്രദേശത്തെ അപേക്ഷിച്ച് താഴ്ന്നു പോകുന്നതിനാൽ രൂപം കൊള്ളുന്ന താഴ്വര എങ്ങനെ അറിയപ്പെടുന്നു? ഭ്രംശ താഴ്വര. ഇന്ത്യയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത്? നർമ്മദ. ഉയരം കൂടിയ ഭാഗത്തു നിന്നുള്ള പോഷക നദികൾ പ്രധാന നദിയോട് സംഗമിക്കുന്നതിന്റെ ഫലമായി ഉണ്ടാകുന്ന താഴ്വരകൾ എങ്ങനെ അറിയപ്പെടുന്നു? തൂക്ക് താഴ്വരകൾ. വിഖ്യാതമായ ഗ്രാൻഡ് കാന്യൺ ഏത് രാജ്യത്താണ്? അമേരിക്കയിലെ അരിസോണ സംസ്ഥാനത്ത്. ഗ്രാൻഡ് കാന്യന് രൂപം നൽകുന്ന നദി ഏത്? കൊളറാഡോ നദി. യൂറോപ്പിലെ റൊമേനിയ, സെർബിയ എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയായ അയൺ ഗേറ്റ്സ് എന്ന വിഖ്യാതമായ താഴ്വരയ്ക്ക് രൂപം നൽകുന്ന നദി ഏത്? ഡാന്യൂബ്. കാരക്കോറം പീർ പാഞ്ചർ മലനിരകൾക്കിടയിലൂടെ പ്രസിദ്ധമായ താഴ്വര ഏത്? കാശ്മീർ താഴ്വര. കാശ്മീർ താഴ്വരയ്ക്ക് രൂപം നൽകിയ നദി ഏത്? ഝലം നദി. താഴ്വര പ്രദേശങ്ങളിൽ നിന്നും പകൽ സമയത്ത് മുകളിലേക്ക് വീശുന്ന കാറ്റ് താഴ്വരക്കാറ്റ്. ഏതിനം കാറ്റുകൾക്ക് ഉദാഹരണമാണ് താഴ്വരക്കാറ്റ്? പ്രാദേശിക വാദം. പർവ്വത പ്രദേശങ്ങളിൽ നിന്നും രാത്രികാലത്ത് താഴ്വരകളിലേക്ക് വീശുന്ന കാറ്റ് ഏത്? പർവ്വതക്കാറ്റ്. പ്രസിദ്ധമായ വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനം ഏതു സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏത്? പുഷ്പാവതി. താഴ്വരകൾക്ക് രൂപം നൽകുന്ന ഏറ്റവും പ്രധാന പ്രകൃതി പ്രതിഭാസം ഏത്? നദീജല പ്രവാഹങ്ങൾ. നദീജന്യ താഴ്വരകൾ പൊതുവെ കാണപ്പെടുന്നത് ഏത് ആകൃതിയിലാണ്? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി ആകൃതി. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ യു ആകൃതിയിലുള്ള താഴ്വരകൾക്ക് രൂപം നൽകുന്നത് എന്ത്? ഹിമാനികൾ. സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന അമേരിക്കയിലെ പ്രദേശം ഏത്? സാന്താ ക്ലാര വാലി, കാലിഫോർണിയ. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ താഴ്വര ഏത്? കുളു താഴ്വര. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ലാഹുൽ, സ്പിതി, കുളു എന്നീ താഴ്വരകൾ ഉള്ളത്? ഹിമാചൽ പ്രദേശ്. കുളു താഴ്വരയിലൂടെ ഒഴുകുന്ന നദി ഏത്? ബിയാസ്. ഡൂണുകൾ എന്നറിയപ്പെടുന്ന താഴ്വരകൾ നിറഞ്ഞ ഹിമാലയത്തിലെ പ്രദേശം ഏത്? സിവാലിക് മലനിര. ഡെത്ത് വാലി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ മരുത്താഴ്വാരം ഏത് രാജ്യത്താണ്? അമേരിക്ക. ദലൈലാമയുടെ ആസ്ഥാനമായ ധർമ്മശാല ഏത് താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാംഗ്ര താഴ്വര, ഹിമാചൽ പ്രദേശ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ താഴ്വരയായ ബാൾട്ടിസ് വാലിസ് ഏത് ഗ്രഹത്തിലാണ്? ശുക്രൻ. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ വിള്ളലായി അറിയപ്പെടുന്ന വാലസ് മറൈനറീസ് എന്ന താഴ്വര ഏത് ഗ്രഹത്തിൽ ആണ്? ചൊവ്വ. സമീപ പ്രദേശങ്ങളിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതും പരന്ന് വിസ്തൃതവുമായ ഭൂരൂപങ്ങൾ എങ്ങനെ അറിയപ്പെടുന്നു? പീഠഭൂമികൾ. ടേബിൾ ലാൻഡ് എന്നും അറിയപ്പെടുന്ന ഭൂരൂപം ഏത്? പീഠഭൂമി. പീഠഭൂമികൾ രൂപം കൊള്ളാൻ കാരണമാവുന്ന പ്രധാന പ്രകൃതി പ്രതിഭാസങ്ങൾ ഏവ? ലാവാപ്രവാഹം, മണ്ണൊലിപ്പ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഡക്കാൻ പീഠഭൂമി.
ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ്? ത്രികോണത്തിന്റെ ആകൃതി. ഏതൊക്കെ നദികൾക്കിടയിലാണ് ഡെക്കാൻ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്? നർമ്മദ, കൃഷ്ണ നദികൾക്കിടയിൽ. ഡെക്കാൻ പീഠഭൂമിയുടെ രൂപം കൊള്ളലിന് കാരണമായത് എന്ത്? ലാവാ പ്രവാഹം. കിഴക്കുദിശയിലേക്ക് ചെരിഞ്ഞുകിടക്കുന്ന ഡെക്കാൻ പീഠഭൂമിയുടെ ശരാശരി ഉയരം എത്ര? 606 മീറ്റർ. കനമേറിയ ലാവാ നിക്ഷേപങ്ങളാൽ രൂപം കൊണ്ടിട്ടുള്ള ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറൻ അതിരുകൾ എങ്ങനെ അറിയപ്പെടുന്നു? ഡെക്കാൻ ട്രാപ്പ് മേഖല. ഡെക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണപ്പെടുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. റിഗർ, ചെർണോസെം എന്നിങ്ങനെ അറിയപ്പെടുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. ഇന്ത്യയിലെ ധാതുക്കലവറയായി അറിയപ്പെടുന്ന പീഠഭൂമി ഏത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഏതു സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജാർഖണ്ഡ്. ഭൂമിയുടെ ഫലകചലനത്തിലൂടെ രൂപം കൊള്ളുന്ന പീഠഭൂമികൾ എങ്ങനെ അറിയപ്പെടുന്നു? ഭൂഖണ്ഡാന്തര പീഠഭൂമികൾ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂഖണ്ഡാന്തര പീഠഭൂമികൾ ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദി ഏത്? ദാമോദർ നദി. ഡെക്കാൻ പീഠഭൂമി പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിള ഏതാണ്? പരുത്തി. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറേ ചെരിവിലുള്ള പർവ്വതനിര ഏതാണ്? പശ്ചിമഘട്ടം. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഡെക്കാൻ പീഠഭൂമി. എത്ര സംസ്ഥാനങ്ങളിലായാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്? 5 സംസ്ഥാനങ്ങൾ. ഏതൊക്കെ സംസ്ഥാനങ്ങളിലായാണ് ഡെക്കാൻ പീഠഭൂമി പ്രദേശങ്ങൾ വ്യാപിച്ചു കിടക്കുന്നത്? മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമി. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ജമ്മു കാശ്മീരിലെ ലഡാക്ക് പീഠഭൂമി. ആരവല്ലി പർവ്വതനിരയുടെ കിഴക്കുഭാഗത്തായി രാജസ്ഥാനിലുള്ള പീഠഭൂമി ഏത്? മർവാർ പീഠഭൂമി. വിന്ധ്യൻ, ആരവല്ലി മലനിരകൾക്കിടയിലുള്ള പീഠഭൂമി ഏത്? മാൽവ പീഠഭൂമി. ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏതു പീഠഭൂമിയാണ് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത്? പാമീർ പീഠഭൂമി. സമുദ്രാന്തർ നദികൾ എന്നറിയപ്പെടുന്നത് എന്താണ്? സമുദ്രജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഏറ്റവും പ്രധാന ഘടകം ഏത്? സമുദ്രജലത്തിന്റെ സാന്ദ്രതാ വ്യത്യാസം. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ആരംഭിച്ച് വടക്കോട്ടും തെക്കോട്ടും നീങ്ങുന്ന സമുദ്രജല പ്രവാഹങ്ങൾ ഏത് സ്വഭാവമുള്ളവയാണ്? ഉഷ്ണജല പ്രവാഹങ്ങൾ. ധ്രുവപ്രദേശങ്ങളിൽ നിന്നും ഭൂമധ്യരേഖയ്ക്ക് നീങ്ങുന്ന പ്രവാഹങ്ങൾ ഏത് സ്വഭാവം പ്രകടിപ്പിക്കുന്നു? ശീതജല പ്രവാഹങ്ങൾ. സമുദ്രജല പ്രവാഹത്തിന്റെ തോത് നിശ്ചയിക്കാനുള്ള യൂണിറ്റ് ഏത്? സ്വെർഡ്രൂപ്പ്. ലോകത്തിലെ എല്ലാ നദികളിൽ നിന്നുമായി സമുദ്രത്തിൽ ഒരു ദിവസം ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവിനെ ഏത് യൂണിറ്റായി കരുതുന്നു? ഒരു സ്വെർഡ്രൂപ്പ്. ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രജല പ്രവാഹമായി അറിയപ്പെടുന്നത് ഏത്? അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ്. വെസ്റ്റ് വിൻഡ് ഡ്രിഫ്റ്റ് എന്നും അറിയപ്പെടുന്ന സമുദ്രജല പ്രവാഹം ഏത്? അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ്.
ശാന്തസമുദ്രത്തിലെ പ്രധാനപ്പെട്ട സമുദ്രജല പ്രവാഹങ്ങൾ ഏതെല്ലാം? പെറു കറന്റ്, കുറോഷ്യോ കറന്റ്, ഒയാഷ്യോ കറന്റ്. അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രവാഹങ്ങൾ ഏതെല്ലാം? ബെൻഗ്വേല കറന്റ്, ഗൾഫ് സ്ട്രീം, കാനറീസ് കറന്റ്, ലാബ്രഡോർ കറന്റ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട പ്രവാഹങ്ങൾ ഏവ? വെസ്റ്റ് ഓസ്ട്രേലിയൻ കറന്റ്, അഗൻ ഹാൻസ് കറന്റ്, മൊസാംബിക് കറന്റ്. പ്രധാനപ്പെട്ട ശീതജല പ്രവാഹങ്ങൾ ഏവ? ബെൻഗ്വേല, ലാബ്രഡോർ, ഒയാഷ്യോ. മഞ്ഞുകാലത്ത് വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിൽ സുഖപ്രദമായ കാലാവസ്ഥ പ്രദാനം ചെയ്യുന്ന സമുദ്രജല പ്രവാഹം ഏത്? ഗൾഫ് സ്ട്രീം. യൂറോപ്പിന്റെ പുതപ്പ് എന്ന് വിളിക്കപ്പെടുന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഉഷ്ണജല പ്രവാഹം ഏത്? ഗൾഫ് സ്ട്രീം. ഏതൊക്കെ സമുദ്രജല പ്രവാഹങ്ങൾ കൂടിച്ചേരുന്നിടത്താണ് 1912 ടൈറ്റാനിക് കപ്പൽ ദുരന്തം ഉണ്ടായത്? ലാബ്രഡോർ കറന്റ്, ഗൾഫ് സ്ട്രീം. If you like our videos, please subscribe to our channel and don't forget to hit the like button below. For more question and answers, visit our website www.keralapscgk.com.